എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ദീപാവലി ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കടയിലോട്ടാട്ടോ. എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ഡിറ്റർജൻ്റൊക്കെ തീർന്നു. അതേപോലെ ദീപാവലിയുടെ കുറച്ച് മെഴുകുതിരി ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാത്രിയായിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ താഴോട്ട് നിന്ന് ചെന്നപ്പോഴത്തേക്ക് ഒരു പൂച്ചക്കൂട്ടം മാത്രം അപ്പുറത്തെ ചിക്കൻ കടയുണ്ടല്ലോ, ക്രിപ്സി ചിക്കൻ കടയുടെ അവിടെ ഒരു വലിയ ബക്കറ്റ് ചെടിയുടെ മൂട്ടിൽ ഇങ്ങനെ ഉറങ്ങുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ആ കടയിലേക്ക് വന്നു. അപ്പോൾ ദാ ഈ കാണുന്ന കടയിലോട്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അന്നേരം ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ ആളില്ലായിരുന്നു. എന്താ വെച്ചാൽ ബാങ്ക് വിളിക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ ഇവിടെ നേരെ ഇരുട്ടും കേട്ടോ. ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേക്കും നേരെ ഇരുട്ടും. അങ്ങനെ ആ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വലിയ ആളില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്ന് സാധനമൊക്കെ എടുത്ത് തിരിച്ചു വരാൻ നേരത്തേക്കും നന്നായിട്ട് ആളുണ്ടായിരുന്നു. അങ്ങനെ ഈ കാണുന്ന ലിക്വിഡ് ഡിറ്റർജൻ്റൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അവിടെ ആ കടയിൽ ഇഷ്ടം പോലെ ഈ വള, മാല, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേപോലെ മേക്കപ്പ് സാധനങ്ങൾ, കുട്ടികളുടെ വാച്ചൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അപ്പം ഞാൻ അവിടെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചൊന്ന് വീഡിയോ എടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ചീപ്പ്, കണ്ണാടി, അതായത് നമ്മളൊരു ഉത്സവ പറമ്പിലോട്ട് പോകുമ്പം എങ്ങനെയാണോ ആ ഒരു ഫീലാണ് ഈ കടയിൽ വരുമ്പോൾ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ജപമാലയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണക്കുള്ള മോഡലിലെ വലിയ വലിയ മാലകളൊക്കെ കണ്ടാൽ തന്നെ ഇപ്പോഴത്തെ പുതിയ മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഈ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചില സ്ഥലങ്ങളിലൊന്നും വീഡിയോ എടുത്തുകൂടാന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ഒന്നും വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാണിച്ചിങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഈ അവസാനം കിടക്കുന്ന കുറേ മാലകളെന്ന് പറഞ്ഞാൽ ഭയങ്കര മാലകളാണ് കേട്ടോ. വലിയ മാലകളാണ്. ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഏകദേശം ഒരു 3 ഇരട്ടി വലിപ്പമുള്ള മാലകളാണ്. പിന്നെ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെടും. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സാരിയുടെ കൂടെയൊക്കെ, സിമ്പിളായിട്ടുള്ള സാരിയുടെ കൂടെയൊക്കെ ഈ ഒരു മാല ഇട്ടാൽ മാത്രം മതി, നല്ല ഭംഗിയാണ്. ഇപ്പോൾ പൊതുവേ സ്വർണ്ണം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. നമ്മുടെ നാട്ടിൽ പോലീസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സ്വർണത്തിനൊക്കെ ഇത്രയും വില കൂടിയത് കൊണ്ട് ഇതേപോലുള്ള മാലയും വളയൊക്കെ മേടിച്ചിടുന്നതാണ് നമ്മുടെ നമ്മുടെ ജീവന് നല്ലത്. അപ്പോൾ അങ്ങനെ ആ കടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലിക്വിഡ് ഡിറ്റർജൻറ്റും മേടിച്ചിട്ട് പിന്നെ ഇതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ നേരെ പോയതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പം തണ്ണിമത്തങ്ങ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും തണ്ണിമത്തങ്ങ അവർ കട്ട് ചെയ്തത് പിന്നെയാണ് കൊണ്ടുവച്ചത്. ഈ കാണുന്ന സാധനം കണ്ടോ, പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് സ്ഥിരം ഒരു വലിയ ആനപ്പുളി ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ആ ആനപ്പുളിയുടെ മൂട്ടിലായിരുന്നു പോകുമ്പോഴും വരുമ്പോഴും എല്ലാം. കുഞ്ഞു പുളികൾ കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത്, ഉപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതല്ലേ. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ പല്ലിന് നല്ല പുളി തോന്നിയോണ്ട് അത് മേടിച്ചില്ല. പിന്നെ അവിടുന്ന് അതൊരു അത്ര വലിയ കടയല്ലായിരുന്നു, ചെറിയ കടയായിരുന്നു കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സാധനം കണ്ടു. ഇത് കണ്ടോ, ഇത് ഹണി മെലൺ എന്ന് പറഞ്ഞിട്ടാണ്. അത് ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് എന്തുവാന്നുള്ളതൊന്ന് മേടിച്ച് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് മേടിച്ചിട്ട് ഇനിയിപ്പോൾ ദീപാവലിക്ക് വൈകിട്ട് അതൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങളൊന്ന് ജസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ലുലു മോൾ. അപ്പോൾ അവിടോട്ട് കയറിയിട്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ കുറേ മാലകൾ ദീപാവലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ തൂക്കി അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ എന്താ വിചാരിച്ചു, ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ദീപാവലിക്ക് ആളുകൾ ഇവിടെ അതിന് വേണ്ടുന്ന ഡെക്കറേറ്റിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ആക്കുന്നതാണ്. അങ്ങനെയുള്ള മാലയാണ് ആ കാണുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇതൊക്കെ മേടിച്ചിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അതൊക്കെ വെച്ച് നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കുള്ള നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കുക, അല്ലെങ്കിൽ മധുരം വെക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള ആൾക്കാരെല്ലാം ഒരുപാട് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എല്ലാം. ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ലുലു മാളിൽ ചെന്നാൽ ഓരോരോ ആ ഫെസ്റ്റിവലിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ കാണും. ഇപ്പോൾ ഓണത്തിനാണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ദീപാവലിക്കാണെങ്കിൽ അതങ്ങനെ, അതേപോലെ നവരാത്രിക്കാണെങ്കിൽ അങ്ങനെ. ഇവിടെ നല്ലതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.